ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ക്യാരറ്റ് കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറിയ കഷ്ണങ്ങൾ ഇതായിട്ട് ഗ്രേറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നാളെ വിഷു ആണല്ലോ. അപ്പോൾ വിഷുവിന് ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇവിടെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ അരിഞ്ഞു കൊണ്ട് വെച്ചേക്കണതാണ് കേട്ടോ അത്. ചവ്വരിയും കൂടിയിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കണത്. 2 പാക്കറ്റ് പാലാണ് ഞാൻ അതിന് എടുത്തിട്ടുള്ളത്. പാല് പാത്രത്തിൽ ഒഴിച്ച് ഇത് ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി പാല് തിളച്ച് ഒന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം ചവ്വരി ഞാൻ 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം വേണം അതിന് വേവാൻ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പാല് നന്നായി തിളച്ച് വന്നപ്പോൾ ചവ്വരി ഇട്ട് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് നേരം കിടന്ന് തിളയ്ക്കണം കേട്ടോ, വേവിക്കണം. അതേവരെ ഇളക്കിയും കൊണ്ട് നിൽക്കണം കേട്ടോ. പാൽ അടി പിടിക്കാണ്ടും പാട കെട്ടാണ്ടും ഇളക്കിയും കൊണ്ട് നിൽക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ക്യാരറ്റ് ഇനി ഒന്ന് വേവണ വരെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടും കൂടി ഒരു 10 മിനിറ്റ് കഷ്ടി ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. കുറച്ചൊന്ന് വെള്ളം വറ്റണം. അതേവരെ ഒന്ന് 2 പാക്കറ്റ് പാലിന് ഞാൻ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചൂടാറിയ പാലിലേക്ക് ഒരു 3 ടീസ്പൂൺ പാലിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സൂപ്പറാണ് ഇത്. പായസത്തിന് കൊഴുപ്പ് കിട്ടാനും നല്ല മണം കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ അത്. 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് നന്നായി കട്ട പിടിക്കാണ്ട് കലക്കിയിട്ട് നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസത്തിന് നല്ല കൊഴുപ്പുണ്ടാവും. ഇത് കൂട്ടി കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും. വാനിലയുടെ ഫ്ലേവറാണിത്. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായി ഒന്ന് കട്ട പിടിക്കാണ്ട് ഒന്ന് ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കി അതിൽ മിക്സ് ആവണ വരെ ഒന്ന് നന്നായി ഇളക്കുക. പിന്നെ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇടാം. എന്നിട്ട് പിന്നെ ഗ്യാസ് ഓഫാക്കി വെക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കി വെക്കാം. അപ്പോൾ പായസം റെഡിയായി കേട്ടോ. ക്യാരറ്റ് പായസം സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷുവിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.